നമസ്കാരം. ധനുസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സാണ്. കേരള PSC പരിശോധിച്ചിട്ടുള്ള ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് 2026-25 ചോദിച്ച കറണ്ട് അഫയേഴ്സ് നോക്കാം. ഏകദേശം 50 ക്വസ്റ്റ്യൻസോളം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ബഞ്ചാര വിരാസത്ത് മ്യൂസിയം, മഹാരാഷ്ട്ര. ഗണ്ഡക് നദീ പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ബീഹാറും ഉത്തർപ്രദേശും. ബീഹാറും ഉത്തർപ്രദേശും. ഗണ്ഡക് നദീ പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ്. ഗണ്ഡക് നദീ പദ്ധതി ബീഹാർ, ഉത്തർപ്രദേശ്. അടുത്തത്, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഗ്യാനേഷ് കുമാർ. ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. നെക്സ്റ്റ് വൺ, MGNREGA പാസ്സാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത് എന്നാണ്? MGNREGA പാസ്സാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേതാണ്. 2005 ഓഗസ്റ്റ് 23, 2005 സെപ്റ്റംബർ 5-നാണ് 2005 ഓഗസ്റ്റ് 23-ന് പാസ്സാക്കുകയും MGNREGA പാസ്സാക്കുകയും 2005 സെപ്റ്റംബർ 5-ന് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ഡി, നവംബർ 23, 2025. നവംബർ 23, 2025-ലാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത്. അടുത്തത്, കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായി എന്ന് പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ, 2025 നവംബർ 1. 2025 നവംബർ 1-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 2025-ലെ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന 78ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന 80ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. 3 വിശിഷ്ടാതിഥികളായി മറ്റു രാജ്യതലവന്മാർ ഉണ്ടായിരുന്നില്ല. നാലാമത്തേത് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ആയിരുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം. അതായത് വിശിഷ്ടാതിഥികളായി മറ്റു രാജ്യതലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത്തെ ആയിരുന്നു. 2025-ലെ എത്രാമത്തെ ആയിരുന്നു? 79ാം സ്വാതന്ത്ര്യദിനം ആയിരുന്നു. സ്വാതന്ത്ര്യദിന ആഘോഷമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, സൊമാലിയ. 2025 അനുസരിച്ച് 25-ലെ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതായിരുന്നു? സൊമാലിയ ആയിരുന്നു. സൊമാലിയ ആയിരുന്നു. അടുത്തത്, ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ
ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ. ഒരെണ്ണം കൂടി നോക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രീ കെ രാജൻ. ശ്രീ കെ രാജൻ. ശ്രീ കെ രാജനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. ശ്രീ കെ രാജൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ട്സുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. ക്വാണ്ടം ഡോട്ട്സുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനുമാണ് 2023 നോബൽ പ്രൈസ്, രസതന്ത്ര നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തം, സമന്വയം, 2023 രസതന്ത്ര നോബൽ പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്ഖഡയുടെ ഹൃദയത്തുടിപ്പുകൾ? വാങ്ഖഡയുടെ ഹൃദയത്തുടിപ്പുകൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ കായിക ഫീച്ചർ. കായിക ഫീച്ചറാണ് വാങ്ഖഡയുടെ ഹൃദയത്തുടിപ്പുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ഡി, ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന എന്താണ്? ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന എന്താണ്? ആൻസർ ഓപ്ഷൻ എ, 0%, 5%, 12%, 18%, 28%. 0, 5, 12, 18, 28% ഇപ്പോഴത്തെ നിലവിലുള്ള GST നിരക്കുകൾ. 0, 5, 12, 18, 28 ആണ് ഇന്ത്യയിലെ നിലവിലുള്ള GST നിരക്ക് ഘടന. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ചത് ദുരന്തമല്ലാത്തത് ഏതാണ്? ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഏതാണ്? കീട ആക്രമണം, മേഘവിസ്ഫോടനം, ശീത തരംഗം അല്ലെങ്കിൽ മഞ്ഞ്, ഉഷ്ണതരംഗം അല്ലെങ്കിൽ സൂര്യാഘാതം. ഇതിൽ ഏതാണ് ദേശീയ ദുരന്തം? ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത്, ദേശീയ ദുരന്തം അല്ലാത്തത് ഏതാണ്? ഇന്ത്യയിൽ ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉഷ്ണതരംഗം അല്ലെങ്കിൽ സൂര്യാഘാതം. ഉഷ്ണതരംഗം അല്ലെങ്കിൽ സൂര്യാഘാതമാണ് ദേശീയമായി പ്രഖ്യാപിച്ച ദുരന്തം അല്ലാത്തത്. 28ാമത്തതും കൂടി, താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത്? ആൻസർ എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളം ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആയുഷ്മാൻ വയ വന്ദന കാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. അതായത് ആയുഷ്മാൻ വയ വന്ദന കാർഡ് പദ്ധതി എന്ന് പറയുന്നത് PMJYയുടെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓരോ വീട്ടിലെ എല്ലാ പ്രായമായ അംഗങ്ങൾക്കും വ്യക്തികൾക്കും ഈ പരിരക്ഷ ആയുഷ്മാൻ വയ വന്ദന പ്രകാരം ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത്? ആൻസർ ഓപ്ഷൻ എ തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരാത്തത് അല്ലേ. അപ്പോൾ ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരുന്നത് ആരൊക്കെയാണ്? MGNREGA അല്ലേ. MGNREGA സംസ്ഥാന സെല്ല്, നീർത്തട വികസന പദ്ധതി, കേരള സംസ്ഥാന ഗ്രാമീണ റോഡ് വികസന ഏജൻസിയുമെല്ലാം ഗ്രാമവികസന കമ്മീഷണറേറ്റിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ആൻസർ മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം 2024 പ്രഖ്യാപിക്കുന്നത്. മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോം. അടുത്ത ക്വസ്റ്റ്യൻ 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ സി ബാക്കുവിലാണ് നടന്നത്. ബാക്കുവിലാണ് 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി നടന്നത്. 2024 വയലാർ രാമവർമ്മ സാഹിത്യം സ്മാരക സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി അശോകൻ ചെരുവിൽ. അടുത്ത ക്വസ്റ്റ്യൻ 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി അൽവാരോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോഴത്തെ 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ. നെക്സ്റ്റ് വൺ നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി അശ്വനി വൈഷ്ണവ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ ആണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. 2025 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക എന്നതാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങൾ. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക എന്നതാണ് വൺ ഹെൽത്തിൻ്റെ ലക്ഷ്യം. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എവിടെയാണ് സംഘടിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശമാണ്?
ആൻസർ ഓപ്ഷൻ ബി അരളം വന്യജീവി സങ്കേതം. അരളം വന്യജീവി സങ്കേതം. റഡാറിൽ റോഡിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തി തരംഗം ഏതാണ്? മൈക്രോവേവ്. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ജ്യോതി പദ്ധതി. ആൻസർ ജ്യോതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം ആയ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ജപ്പാൻ. കേരള സംഗീതത്തിൻ്റെ അഗസ്ത്യൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർ ലൈനർ. ബോയിങ് സ്റ്റാർ ലൈനർ. 2024 സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹാൻ കാങ്. ഹാൻ കാങ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി റാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗൈൻ.